എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടത്തണമെന്ന് സിനഡ് ആഹ്വാനം. മാർപ്പാപ്പയുടെ നിർദ്ദേശം അനുസരിക്കണമെന്ന് സഭാംഗങ്ങളോട് മെത്രാൻമാർ ഒരുമിച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടു. ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിൽ ഒരു രൂപതയ്ക്കും ഇളവില്ലെന്ന് സിനഡ് പ്രഖ്യാപിച്ചതോടെ സിറോ മലബാർ സഭയിൽ കുർബാന തർക്കം തുടരുമെന്നുറപ്പായി. കുർബാനാർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപത മുഴുവൻ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ കൂടിയ ആദ്യ സിനഡിന്റെ രണ്ടാം ദിവസം കുർബാന തർക്കമായിരുന്നു മുഖ്യ ചർച്ചാവിഷയം. പ്രശ്നം പരിഹരിക്കാൻ 6 മാസത്തെ സമയം കൂടി അനുവദിക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും ഇനി ഏകീകൃത കുർബാന വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് സീറോ മലബാർ സഭ സിനഡ് തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്രിസ്മസിന് തന്നെ ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന മാർപ്പാപ്പയുടെ സന്ദേശം സിനഡ് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഇതിന് ശേഷമാണ് ഏകീകൃത രീതിയിലുള്ള കുർബാനാർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപത മുഴുവൻ നടപ്പിലാക്കാൻ അതിരൂപതയിലെ എല്ലാ വൈദികരോടും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിനഡിന്റെ അഭ്യർത്ഥനയും സർക്കുലറും വരുന്ന ഞായറാഴ്ച അതിരൂപതയിലെ എല്ലാ ഇടവകളിലും സ്ഥാപനങ്ങളിലും കുർബാന മധ്യേ വായിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇതേ കാര്യം തന്നെ ആവശ്യപ്പെട്ട് അതിരൂപത അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരും സർക്കുലർ പുറത്തിറക്കി. ഇതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രതിസന്ധി കനക്കുമെന്നുറപ്പായി. മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട റാഫേൽ തട്ടിലിന് ആദ്യഘട്ടത്തിൽ വലിയ പിന്തുണയാണ് എറണാകുളം അങ്കമാലി അതിരൂപത വിഭാഗം നൽകിയത്. എന്നാൽ അവർ പിന്നീട് സമൂഹമാധ്യമങ്ങളിലൂടെ തട്ടിലിനെ വിമർശിച്ച് രംഗത്തെത്തി. റാഫേൽ തട്ടിൽ സ്ഥാനാരോഹണ ദിവസം നടത്തിയ പ്രസംഗത്തിൽ കർദിനാൾ ആലഞ്ചേരി നിരപരാധിയാണെന്ന മുൻവിധി പരാമർശങ്ങൾ അപക്വവും അനവസരത്തിലുള്ളതുമാണെന്ന് എറണാകുളം അതിരൂപത ആത്മായ മുന്നേറ്റം അറിയിച്ചു. വത്തിക്കാൻ എറണാകുളം അതിരൂപതയ്ക്ക് അനുവദിച്ച റെസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച് ചർച്ച ചെയ്ത് നടപ്പിൽ വരുത്താതെ സഭയിൽ സമാധാനം ഉണ്ടാവില്ലെന്ന് ഇവർ പറഞ്ഞു. അതിരൂപതയെ വഞ്ചിക്കുകയും ഇകഴ്ത്തുകയും ചെയ്യുന്ന നടപടികളുണ്ടായാൽ കനത്ത പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും അൽമായ മുന്നേറ്റം അതിരൂപത കോർ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. അമൃത ന്യൂസ്, കൊച്ചി.